13ാമത് ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ കാത്തിരിപ്പിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും. ഇന്ത്യ തനിച്ച് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പ്. മുൻപ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂടെ ചേർന്ന് 1987, 96, 2011 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വെച്ച് ലോകകപ്പ് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC ഓരോ 4 വർഷം കൂടുമ്പോൾ നടത്തുന്ന അന്താരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് 2023 ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെ ഇന്ത്യയിലെ വിവിധ ക്രിക്കറ്റ് മൈതാനങ്ങളിലായി 10 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 48 മത്സരങ്ങൾ. ഫൈനൽ നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം, അതുപോലെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ എന്നിവിടങ്ങളിലാണ് സെമി ഫൈനലുകൾ. 1975 ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഈ ക്രിക്കറ്റ് മാമാങ്കത്തിന് തുടക്കം കുറിച്ചത്. ഇംഗ്ലണ്ടാണ് നിലവിലെ ചാമ്പ്യന്മാർ. 5 തവണ കിരീടം നേടിയ ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. ഇന്ത്യ മുൻപ് 2 തവണ ചാമ്പ്യന്മാരായിട്ടുണ്ട്. 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലും 2011 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലും ഇന്ത്യ കിരീടം നേടി. 2278 റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. 71 വിക്കറ്റുകൾ നേടിയ ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മഗ്രാത്താണ് വിക്കറ്റ് വേട്ടയിൽ മുൻപിലുള്ളത്. ഇനി ലോകകപ്പിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 1975 ഓസ്ട്രേലിയയെയും 1979 ഇംഗ്ലണ്ടിനെയും പരാജയപ്പെടുത്തി 2 തവണ വെസ്റ്റ് ഇൻഡീസ് കിരീടം നേടി. ലോർഡ്സിൽ വെച്ച് നടന്ന 3ാമത് ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായി കപ്പ് നേടി. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി നടന്ന 4ാമത് ലോകകപ്പിൽ 1987 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ ആദ്യമായി ലോകകപ്പ് നേടി. പിന്നീട് 1992 ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായി നടന്ന 5ാമത് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 22 റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ കിരീടം നേടി. പിന്നീട് 1996 പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളായി നടന്ന 6ാമത് ലോകകപ്പിൽ ഓസ്ട്രേലിയയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി അർജുന രണദുംഗയുടെ നേതൃത്വത്തിൽ ശ്രീലങ്ക ആദ്യമായി കപ്പുയർത്തി. 1999 വീണ്ടും ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന 7ാമത് ലോകകപ്പിൽ 8 വിക്കറ്റിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ വീണ്ടും കപ്പുയർത്തി. 2003 ആഫ്രിക്കയിൽ വെച്ച് നടന്ന ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിച്ച 8ാമത് ലോകകപ്പിൽ 125 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ വീണ്ടും കപ്പുയർത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ സെഞ്ചുറി നേടിയ ഓപ്പണർ ആദം ഗിൽക്രിസ്റ്റിൻ്റെ മികവിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസ് എന്ന കൂറ്റൻ സ്കോർ ഉയർത്തുകയായിരുന്നു. 10 ഓവർ ബാക്കി നിൽക്കെ 234 റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ടായത്. പിന്നീട് 2007 വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന 9ാമത് ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ 53 റൺസിന് ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ 4ാമതും കിരീടമുയർത്തി. 2011 ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലായി നടന്ന 10ാമത് ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ 2ാമതും ലോകകപ്പ് കിരീടം ചൂടി. 2015 വീണ്ടും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന 11ാമത് ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ 5ാമതും കിരീടം നേടി. 2019 നടന്ന അവസാന ലോകകപ്പിൽ ലോർഡ്സിൽ വെച്ച് നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തുല്യ സ്കോർ നേടിയതിനാൽ മത്സരം സൂപ്പർ ഓവറിൽ എത്തുകയും സൂപ്പർ ഓവറും ടൈ ആയതിനാൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറി നേടിയ ഇംഗ്ലണ്ടിനെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ 5 തവണ ഓസ്ട്രേലിയയും 2 തവണ വീതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇംഗ്ലണ്ട് തുടങ്ങിയവർ ഓരോ തവണ വീതവും ലോകകപ്പ് കിരീടം ചൂടി. ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇതുവരെയും കിരീടം നേടാനായിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, നെതർലാൻഡ്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക തുടങ്ങിയ 10 രാജ്യങ്ങളാണ് ഇത്തവണ ലോകകപ്പ് ക്രിക്കറ്റിൽ മാറ്റുരയ്ക്കുന്നത്.
2 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിന് ഇത്തവണ ലോകകപ്പിന് യോഗ്യത നേടാനായിട്ടില്ല. വെസ്റ്റ് ഇൻഡീസ് ഇല്ലാത്ത ആദ്യ ലോകകപ്പിനായിരിക്കും ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. 2015 വെസ്റ്റ് ഇൻഡീസിനെതിരെ ന്യൂസിലൻഡിൻ്റെ മാർട്ടിൻ ഗപ്റ്റിൽ പുറത്താകാതെ നേടിയ 237 റൺസാണ് ലോകകപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. 2015 തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗെയിലും മെർലോൺ സാമുവൽസും 2ാം വിക്കറ്റിൽ സിംബാബ്വെക്കെതിരെ നേടിയ 372 റൺസാണ് ലോകകപ്പ് ക്രിക്കറ്റിലെ ഉയർന്ന കൂട്ടുകെട്ട്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് 2003 673 റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ഇന്ത്യയുടെ രോഹിത് ശർമ്മയും സച്ചിൻ ടെണ്ടുൽക്കറുമാണ്. രണ്ടുപേരും 6 വീതം സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അതുപോലെ ഒരു ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് 2019 5 സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ തന്നെയാണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ 15 റൺസ് വിട്ടു നൽകി 7 വിക്കറ്റ് നേടിയ ഗ്ലെയിൻ മഗ്രാത്തിൻ്റെ പേരിലാണ് മികച്ച ബൗളിംഗ്. അതുപോലെ ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് 27 വിക്കറ്റ് 2019 നേടിയ മിച്ചൽ സ്റ്റാർസാണ്. അതുപോലെ 54 പേരെ വിക്കറ്റിന് പിന്നിൽ പുറത്താക്കിയ കുമാർ സംഗക്കരയും 28 ക്യാച്ചുകളിലൂടെ വിക്കറ്റുകൾ നേടിയ റിക്കി പോണ്ടിങ്ങുമാണ് ഫീൽഡിങ്ങിൽ മികച്ചു നിൽക്കുന്നത്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ ഓസ്ട്രേലിയയുടെ പേരിലാണ്. 2015 അഫ്ഗാനിസ്ഥാനെതിരെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 417 റൺസാണ് അവർ നേടിയത്. ഏറ്റവും കുറഞ്ഞ ടീം സ്കോർ കാനഡയുടെ പേരിലാണ്. 2003 ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 36 റൺസ്. ലോകകപ്പിനായുള്ള മികച്ച ടീമിനെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് മിക്ക രാജ്യങ്ങളും. 3ാം കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ കെൽപ്പുള്ള 15-അംഗ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെ ആ മികച്ച 15 പേർ ആരൊക്കെയാണെന്നും അവരുടെ സമീപകാല പ്രകടനങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. 2019 ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് 5 സെഞ്ചുറികൾ ഉൾപ്പെടെ 600-ൽ പരം റൺസുകൾ നേടിയ രോഹിത് ശർമ്മയാണ് ഇത്തവണ ഇന്ത്യയെ നയിക്കുന്നത്. ഓപ്പണിങ്ങിനായി ഇന്ത്യയുടെ യുവ ഓപ്പണർ ശുഭമാൻ ഗില്ലിനോടൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KL രാഹുലും ഉണ്ട്. ഇന്ത്യ 2011 ലോകകപ്പ് കിരീടം നേടിയപ്പോൾ മികച്ച സംഭാവന നൽകിയ ഇന്ത്യയുടെ മികച്ച വിരാട് കോഹ്ലിയും മധ്യനിരയ്ക്ക് കരുത്തേകാനുണ്ട്. മധ്യനിരയ്ക്ക് കരുത്തു പകരാൻ വിശ്വസ്തനായ ശ്രേയസ് അയ്യർ പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയിട്ടുണ്ട്. ഉയർന്ന പ്രഹരശേഷിയുള്ള ഇന്ത്യയുടെ മികച്ച ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ഇത്തവണത്തെ വൈസ് ക്യാപ്റ്റൻ. ഇന്ത്യൻ പിച്ചുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുള്ള സ്പിൻ ഓൾറൗണ്ടർമാരായിട്ടുള്ള രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലിനും ഒപ്പം മറ്റൊരു മീഡിയം ഫാസ്റ്റ് ഓൾറൗണ്ടറായ ഷാർദുൽ താക്കൂറും ഇത്തവണ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ പ്ലേയിങ് 11-ൽ ഫാസ്റ്റ് ബൗളർമാരായി മുഹമ്മദ് സിറാജ്, അതുപോലെ ജസ്പ്രീത് ബുംറ എന്നിവരുമുണ്ട്. കൂടാതെ സ്കൈ എന്ന ഓമന പേരുള്ള സൂര്യകുമാർ യാദവ്, ഏഷ്യ കപ്പിലും വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇഷാന്ത് കിഷൻ, പുറമെ മറ്റൊരു ഫാസ്റ്റ് ബൗളറായിട്ടുള്ള മുഹമ്മദ് ഷമി, സ്പിൻ ബൗളർ കുൽദീപ് യാദവ് എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യൻ ടീം. സമീപകാലത്തെ ചില പ്രകടനങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ സഞ്ജു സാംസന് ടീമിൽ ഇടം നേടാനായില്ല എന്നത് മലയാളികളെ സംബന്ധിച്ച് തികച്ചും നിരാശാജനകമായ വാർത്തയാണ്. വരും കാലങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത് ടീമിൽ സ്ഥിര സാന്നിധ്യമാവാൻ നമ്മുടെ സഞ്ജു സാംസന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇനി ഈ 15-അംഗ ടീമിലെ ഓരോരുത്തരുടെയും ഇതുവരെയുള്ള പ്രകടനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അത്തരം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.